നമസ്കാരം. ഇപ്പോൾ 2000-ന്റെ തുടക്കത്തിൽ നടന്ന മാറാട് കലാപത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷേ ആ കലാപത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടത്, കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് നഷ്ടമായവർക്ക്, കണ്ണീരും ചോരയുമായി ഇന്നും ജീവിക്കുന്നവർക്ക് അതൊന്നും മറക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. ഒരു മുസ്ലിം ആരാധനാലയം പോലും കേന്ദ്രീകരിച്ച് ആയുധശേഖരം നടത്തുകയും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പദ്ധതിയോടുകൂടി ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരെ തെരഞ്ഞു പിടിച്ച്, അതും പാവപ്പെട്ട അരേ സമുദായക്കാരെ ജീവിക്കാൻ വേണ്ടി കടലിൽ പോയി രാവും പകലും കഷ്ടപ്പെടുന്ന പാവങ്ങളെ ഇത്തരത്തിൽ ആക്രമിക്കാനും കൊന്നൊടുക്കാനും മാറാടിനെ കണ്ണീർ കടൽ തീരമാക്കാനും ഒക്കെ ശ്രമിച്ച ഇവിടുത്തെ ഇപ്പം വലിയ പ്രബുദ്ധരെന്ന് അല്ലെങ്കിൽ മതേതരവാദികളെന്ന് ശ്രമിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളോട് എന്താണ് പറയേണ്ടത്? പരമപുച്ഛം മാത്രം. നിങ്ങളുടെയൊക്കെ ചെറ്റത്തരങ്ങളും ഇതുപോലെയുള്ള ക്രൂരതകളും ഒക്കെ ഇനിയും ഇറക്കാൻ വന്നു കഴിഞ്ഞാൽ അത് കേരളത്തെ ഒരു ദുരന്ത ഭൂമികയിലേക്ക് തള്ളിവിടാനുള്ള സാധ്യത, അതാണ് AK ബാലൻ ചൂണ്ടിക്കാട്ടിയത്. എന്തൊക്കെയായാലും അത്തരം സാധ്യതകളെ കുറിച്ചൊക്കെ ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ്. ഇതിപ്പോൾ ഒരു മുസ്ലിം പള്ളിയിൽ നിന്ന് കണ്ടെടുത്ത ആയുധങ്ങൾക്കൊപ്പം അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ AK ആന്റണി നിൽക്കുന്ന ഒരു ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. അപ്പം ഒരു ആരാധനാലയം കേന്ദ്രീകരിച്ച ഇത്രയധികം ആയുധങ്ങൾ എന്തിനാണ് എന്ന് നമുക്ക് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും. അന്ന് പലരും ചോദിച്ചു കാണുമായിരിക്കും. ഇന്നും ആ ചോദ്യം ഇവിടെ പലരുടെയും മനസ്സിലുണ്ട് എന്നുള്ളതാണ്. ഇത് കൂട്ടക്കൊല നടക്കുന്നതിന് മുന്നേ അന്ന് മാറാട് നിന്നും വീടൊഴിഞ്ഞു പോയ മുസ്ലിങ്ങൾക്ക് അറിയാമല്ലോ അന്ന് രാത്രി അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നും, കാണുന്ന തങ്ങളുടെ അയൽക്കാരും സുഹൃത്തുക്കളുമായിരുന്നവർ ഇന്ന് രാത്രി കൊല്ലപ്പെടും എന്നൊക്കെ അവിടെയുള്ളവർക്ക് അറിയാമായിരുന്നു എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പള്ളി പൊളിക്കുന്നേ എന്നല്ലറി വ്യാജ പ്രചരണം നടത്തിയത് ഒരു സ്ത്രീയാണ്. എക്സ് മുസ്ലിം ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ ഓരോ മുസ്ലിമിലും ഒരു പൊട്ടൻഷ്യൽ ജിഹാദി ഉണ്ടെന്ന് പറഞ്ഞതും അതിൽ പുരുഷനോ സ്ത്രീയോ കുട്ടികളോ എന്ന് വ്യത്യാസമില്ല എന്ന് മാറാട് തെളിയിച്ചില്ലേ? അവനവന്റെ വീട്ടിൽ നടക്കും വരെ കാഫിർ മലയാളി വലിയ പ്രബുദ്ധനും മതേതരനുമായിരിക്കും. നമ്മുടെ ഒരു സുഹൃത്ത് മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം എഴുതി ഇട്ട ഒരു പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ വായിച്ചത്. തീർച്ചയായിട്ടും ഇവിടെ ഇത് നമ്മൾ മതപരമായ ചിന്താഗതികളിലേക്ക് അല്ലെങ്കിൽ മതപരമായ വിവേചന രീതികളിലേക്ക് നമ്മൾ സമൂഹത്തെ കൊണ്ടുപോവുകയല്ല. പക്ഷേ ഇവിടെ നടന്നത് ഇത് തന്നെയാണ് എന്നുള്ളതിന് എത്ര കൃത്യമായ തെളിവുകളും എത്ര കൃത്യമായ രേഖകളും അന്വേഷണ റിപ്പോർട്ടുകളും ഒക്കെ തന്നെ സാക്ഷിയാണ്. വിവിധ മത കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച്, മതശാലകൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ആയുധങ്ങൾ നിരവധി പലയിടത്തുനിന്നായി പിടിച്ചെടുത്തിട്ടുണ്ട്. നിരവധി പള്ളികളിൽ നിന്ന്, മുസ്ലിം പള്ളികളിൽ നിന്ന്, നിസ്കാര കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെ ആയുധങ്ങൾ ധാരാളമായി പിടിച്ചെടുത്തിട്ടുണ്ട്. പല പള്ളികളിലേക്കും പോലീസിനുമൊക്കെ ഇപ്പോഴും കയറാൻ പേടിയാണ്. ആയുധങ്ങളും ബോംബുകളും ഒക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആരാധനാലയങ്ങളുമുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു. കലാപങ്ങൾ ആവർത്തിച്ച് ഇതൊരു മതരാഷ്ട്രമാക്കി, മതരാജ്യമാക്കി, മതസംസ്ഥാനമാക്കി മാറ്റാൻ ജിഹാദികൾ, തീവ്ര മത ചിന്തകർ, അത് കുറഞ്ഞു പോകുമോ അങ്ങനെ വിളിച്ചാൽ, മത തീവ്രവാദികൾ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഓരോ ഇത്തരം സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നത്. അതിന് കൃത്യമായ ഉദാഹരണമാണ് മാറാട് 1ഉം 2ഉം കലാപങ്ങൾ. അപ്പം മാറാടിനെ മറക്കൂ എന്ന് പറയുന്നത് ഇവിടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിച്ച ആളുകളുടെ ജീവിതം. എത്രയോ പേർ, 8-9 പേർ കൊല്ലപ്പെട്ടു. അവരുടെയൊക്കെ ഉറ്റവർക്കും ഉടയവർക്കും ഇതൊന്നും മറക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൂടി കരുതേണ്ടതുണ്ട്. മുൻ മുഖ്യമന്ത്രി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ. അദ്ദേഹം കണ്ട കാഴ്ചയാണ് ആ ചിത്രത്തിലൂടെ നമ്മൾ കണ്ടത്. ആ ചിത്രം സുഹൃത്ത് അയച്ചു തന്നപ്പോൾ അത് മറ്റൊരു വേദനയായി മാറിക്കൊണ്ട്, ഒരു ഭയാശങ്കയൊന്നുമല്ല, പക്ഷെ ഒരു വേദനയായി, ഒരു വിഷമമായി മനസ്സിൽ തോന്നിയത് കൊണ്ട് ഇത്രയും